ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി INTUC. സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും രാഷ്ട്രീയക്കാരുടെ സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുന്നുവെന്നും INTUCയുടെ മുഖമാസികയിൽ വിമർശനം. അതേസമയം INTUC നിലപാട് തിരുത്തണമെന്ന് UDF കൺവീനർ MM ഹസനും പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ സമരത്തിന് പിന്തുണയറിയിച്ചുള്ള കൂട്ട ഉപവാസം തുടരുകയാണ്. ആശാവർക്കർമാരുടെ സമരം 43-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് INTUC മുഖമാസികയിൽ സമരത്തെ തള്ളി ലേഖനമെത്തിയത്. സമരത്തെ പിന്തുണയ്ക്കില്ലെന്ന് പറയുന്ന ലേഖനത്തിൽ ആശമാർക്ക് വേണ്ടത് ഓണറേറിയം എന്ന ഔദാര്യമല്ല, സ്ഥിര ശമ്പളമാണെന്നും നിലപാടിൽ വെള്ളം ചേർക്കുന്ന രീതി ശരിയല്ലെന്നും പറയുന്നു. കോൺഗ്രസിനെയും ലേഖനത്തിൽ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. സമരത്തെ സെൽഫി പോയിന്റായി കാണുന്ന രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും വിമർശനമുണ്ട്. സമരം റീൽസിന് വേണ്ടിയല്ലെന്ന ബോധ്യം ആശമാർക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകണമെന്നും ലേഖകൻ പറയുന്നു. KPCC നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനർ അനൂപ് മോഹന്റേതാണ് ലേഖനം. എന്നാൽ INTUCയെ തള്ളി UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. അല്ല, INTUC എന്ത് പറഞ്ഞാലും കോൺഗ്രസിന്റെ നിലപാടാണല്ലോ ഇവിടെ പ്രധാനം, UDFന്റെ നിലപാടാണല്ലോ പ്രധാനം. അവരെ തിരുത്തും. കാരണം INTUCയുടെ നേതൃത്വത്തിലല്ലേ അവിടെ അംഗൻവാടിക്കാർ സമരം നടത്തുന്നത്. ഇന്നെന്തിനാ ഈ സമരത്തോട് അവരിങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? അതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് കൂട്ട ഉപവാസമാണ് കണ്ടത്. സമരത്തെ അനുകൂലിക്കുന്ന നിരവധി പേർ ഉപവാസത്തിന്റെ ഭാഗമായി. അതേസമയം ആശാവർക്കർമാരുടെ കാര്യം ഉന്നയിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KV തോമസ് പ്രതികരിച്ചു. എന്നെ ഏൽപ്പിക്കുന്ന വിഷയമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരോട്. അത് അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞ കണക്കറിയത്തില്ല, ബബ്ബ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാലേ ചെയ്യാൻ പറ്റും. ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അംഗീതയാണ്. അവർ ആശയമല്ല കൈകാര്യം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ സെക്രട്ടറിമാരുണ്ട്. എന്നെ വിളിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നു അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജെയിംസിനൊക്കെ. ഒരാൾ കൈകാര്യം ചെയ്യാത്ത വിഷയത്തെ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം ഇന്ന് 5-ാം ദിവസം പിന്നിടുകയാണ്. ആവശ്യം നേടും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.